ഡി എക്സ്റ്റിങ്ഷൻ ഈ വാക്ക് ശാസ്ത്രലോകത്ത് ഇപ്പോൾ പുതിയ സംവാദങ്ങൾക്കും പുതിയ ചർച്ചകൾക്കുമൊക്കെ തുടക്കമിട്ടിരിക്കുകയാണ്. വംശനാശം സംഭവിച്ചതും എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ടുള്ളതുമായ ധാരാളം ആനിമൽസിനെ നമുക്കറിയാം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ഏതെങ്കിലും ഒരു ജീവിവർഗം ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിലോ? കൊളോസൽ ബയോസയൻസസ് എന്ന ഡാളസ് കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനം 12,500 വർഷം മുൻപ് ഭൂമിയിൽ നിന്ന് ഇല്ലാതായ ഡയർ വോൾഫ് എന്ന ആനിമലിനെ റീക്രിയേറ്റ് ചെയ്ത് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനായിട്ട് സ്ഥാപനം ഉപയോഗിച്ചിരിക്കുന്നത് ജീൻ മിക്സിങ്, ജീൻ എഡിറ്റിംഗ്, ജീൻ എക്സ്ട്രാക്ഷൻ, ക്ലോണിംഗ് അതുപോലെയുള്ള ആധുനികമായിട്ടുള്ള ജനിതക എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ്. ഏൻഷ്യൻ ഫോസിലിൽ നിന്നും 13,000 വർഷം പഴക്കമുള്ള പല്ലിൽ നിന്നും 72,000 വർഷം പഴക്കമുള്ള തലയോട്ടിയിൽ നിന്നും ജീൻസ് DNA എക്സ്ട്രാക്ട് ചെയ്ത് ഈ ഡയർ വോൾഫിന് സമാനമായിട്ടുള്ള ഗ്രേ വോൾഫിൽ നിന്നും ജനിതകമായിട്ടുള്ള മാച്ചിങ്ങുകളൊക്കെ നടത്തിയാണ് റേമസ് റോമുലസ് ഖലീസി എന്ന പേരായിട്ടുള്ള 3 ഡയർ വോൾഫ് ആനിമലിനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ശാസ്ത്രലോകം അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും മതപരമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ, ദൈവം അവസാനിപ്പിച്ചതിനെ ശാസ്ത്രം വീണ്ടും തിരികെ കൊണ്ടുവരികയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഈ ശാസ്ത്രജ്ഞർ നേരിടുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എക്സ്റ്റിങ്ഷൻ എന്നതിനെ ഡി എക്സ്റ്റിങ്ഷൻ എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രം നേരിടുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിവിടെ കാണാനാവുന്നത്.